രേണുസുതിയെപ്പറ്റി അനുമോള് പറഞ്ഞ ചില കാര്യങ്ങൾ ലാലേട്ടൻ ഇന്ന് എടുത്തു ചോദിക്കുന്നുണ്ട്. ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ വന്നിട്ടുണ്ട്. അതിലാണ് ഈ ഒരു കാര്യങ്ങൾ പറയുന്നത്. ബിഗ് ബോസ് ആണ് ലാലേട്ടൻ്റെ അടുത്ത് പറയുന്നത്, ശുചിത്വത്തെ പറ്റിയുള്ള മോർണിംഗ് ടാസ്കിൽ ചില വിവാദപരമായ ചില കാര്യങ്ങൾ പലരും അവിടെ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് ചോദിക്കേണ്ടേ ലാലേട്ട എന്ന് ബിഗ് ബോസ് ലാലേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് പ്രധാനമായും അതൊരു ഉദ്ദേശിച്ചത് അനുമോളെ തന്നെയാണ്. അനുമോള് രേണുസുതിയെ പറ്റി ചില കാര്യങ്ങൾ അന്ന് തുറന്നു പറഞ്ഞിരുന്നു. വീട്ടിലെ വൃത്തി അല്പം കുറവുള്ളത് ആരാണ് എന്ന ചോദ്യത്തിന് രേണുവിൻ്റെ പേരാണ് അനുമോള് പറഞ്ഞത്. അതിൻ്റെ കാരണമാണ് ഏറ്റവും വിവാദമായത്. കുളിക്കുന്നില്ല, തലയിൽ നിറച്ച് പേനാണ്, തലയിലെ പേനിങ്ങനെ അരിച്ചരിച്ച് നെറ്റിയിലെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരുന്നുണ്ട് എന്നാണ് അനുമോള് പറഞ്ഞത്. പക്ഷേ അതിൽ പ്രശ്നമാകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ അനുമോള് കുളിക്കുന്നില്ല അതൊക്കെ പറഞ്ഞത് ഓക്കെ ആണെന്ന് രേണുസുതി പറഞ്ഞു. പക്ഷേ നെറ്റിയിൽ കൂടെ പേനിങ്ങനെ ഇറങ്ങി വരുന്നത് വേറെ ആരും കണ്ടിട്ടില്ല, അനുമോൾ അത് കണ്ടു എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരു അനുഭവം രേണുവിന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നും രേണു പറയുന്നു. ആ ഒരൊറ്റ കാരണത്താലാണ് രേണുവോട് അത് അത്രയും വലിയൊരു പ്രശ്നമാക്കിയതും കരഞ്ഞുകൊണ്ട് നടന്നതും ഡള്ളായിട്ടിരുന്നതും. ആ ഒരൊറ്റ പോയിന്റ് അവിടെ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്ത് നിന്ന് രേണു ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, എൻ്റെ തലയിൽ പെയിൻ ഇങ്ങനെ അരിച്ച് നെറ്റി കൂടെ ഇറങ്ങി വരുന്ന ആരെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. ആരും തന്നെ കണ്ടിട്ടില്ല എന്നും പറയുന്നു. അപ്പോൾ അത് അനുമോള് ചിലപ്പോൾ കൈ നിട്ട് പറഞ്ഞതാണോ എന്നൊക്കെ ചിലപ്പോൾ ചോദിച്ചേക്കാം. അനുമോള് വൃത്തി കുറവുള്ള ആരാണെന്ന് ചോദിക്കുമ്പോൾ രേണുസുതിയുടെ പേര് പറഞ്ഞതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ നെറ്റിയിൽ കൂടി പെയിൻ അരിച്ചരിച്ച് ഇറങ്ങി വരുന്നുണ്ട് എന്ന് അനു എടുത്തു പറഞ്ഞതുകൊണ്ടും അങ്ങനെ ഒരു സംഭവമേ ഉണ്ടായിട്ടില്ല എന്ന് രേണു പറഞ്ഞതുകൊണ്ടും രേണു അവിടെ അതിൻ്റെ പേരിൽ വലിയൊരു വിഷയമുണ്ടാക്കി കരഞ്ഞ് വളരെ ഡിപ്രസ്ഡ് ആയിട്ടിരുന്നത് കൊണ്ടുമായിരിക്കാം ലാലേട്ടൻ ഈ ഒരു വിഷയം ചോദിക്കുന്നത്. ഇന്ന് 9 മണിക്ക് ഹോട്ട്സ്റ്റാറിലും ഏഷ്യാനെറ്റിലും കാണാൻ കഴിയും. നിങ്ങൾ കാണുക. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.